അമേരിക്കയിലെ ട്രംപ് ഭരണം ലോക ശാക്തിക ചേരിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ നിർത്തി പുതിയൊരു ലോകക്രമം ഉണ്ടാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളിപ്പറയുന്നത് ഇതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കാം. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ ഒരു വിധത്തിലും അംഗീകരിക്കുന്നുമില്ല. ഇസ്രയേലിനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക യുക്രൈനെ കൈവിടുന്നത് യൂറോപ്പിനും മനസ്സിലാകാത്ത ഒരു നയതന്ത്രമാണ്. പക്ഷേ യുക്രൈനെ അവർ ഒരിക്കലും കൈവിടില്ല, മറിച്ച് ചേർത്ത് പിടിക്കുകയായിരിക്കും. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ശക്തമായി ന്യായീകരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രംഗത്ത് വരുന്നത് ഇതിന്റെ വ്യാപകമായ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അറബ് രാജ്യങ്ങളെയും അമേരിക്കയ്ക്കൊപ്പം ചേർത്ത് നിർത്താനും ട്രംപ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. സെലൻസ്കി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയായി പ്രവർത്തിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടായിരുന്നു സ്റ്റാമർ സെലൻസ്കിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. കീർ സ്റ്റാമർ സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനോടായിരുന്നു പ്രധാനമായും ഉപമിച്ചതും. റഷ്യയുടെ കള്ളക്കഥകൾ ട്രംപ് വിശ്വസിക്കുന്നതായി കഴിഞ്ഞ ദിവസം സെലൻസ്കി ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ ആക്രമിച്ചതും ഉത്തരവാദികൾ അവർ തന്നെയെന്നായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ സെലൻസ്കിയെ പിന്തുണച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തിയത്. ഇതോടെ അമേരിക്കൻ നീക്കങ്ങളെ യൂറോപ്പ് പ്രതിരോധിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ആഗോള സൗഹൃദങ്ങളിൽ ഇനി വമ്പൻ മാറ്റങ്ങൾ വന്നേക്കുവാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കീർ സ്റ്റാമർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി. യുക്രൈന് എല്ലാ സഹായവും സെലൻസ്കിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. യുക്രൈനിൽ ജനാധിപത്യപരമായിട്ട് തന്നെയാണ് സെലൻസ്കിയെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിക്കാനും സമാധാനം കൈവരാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇതിനുവേണ്ടി അമേരിക്ക മുൻകൈയെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അതിനാലായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ വിമർശിക്കുന്നതിൽ നിന്ന് സ്റ്റാമറെ പിന്തിരിപ്പിക്കുന്നത്. സെലൻസ്കിയെയും യുക്രൈന് കോടികളുടെ സഹായം നൽകിയ ബൈഡൻ ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ട്രംപ് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് തന്റെ രൂക്ഷമായ വിമർശനം നടത്തിയത്. $350 ബില്യൺ യുദ്ധത്തിന് വേണ്ടി പാഴാക്കിയതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. കൂടാതെ ട്രംപ് സെലൻസ്കിയെ കൊമേഡിയൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുകയുണ്ടായി. നേരത്തെ യുക്രൈനിലെ പ്രമുഖനായ കോമഡി നടനായിരുന്നു സെലൻസ്കി. തന്നെ കൊണ്ടല്ലാതെ ആർക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തനിക്ക് യുക്രൈനോട് വലിയ ഇഷ്ടമാണെന്നും എന്നാൽ സെലൻസ്കി എല്ലാം നശിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. 2019 നടന്ന തിരഞ്ഞെടുപ്പിലായിരുന്നു സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2022 റഷ്യയുമായി ആരംഭിച്ച യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം കൂടുതലും ഉണ്ടായത്. ട്രംപിസം എത്തിയതോടെ അമേരിക്കയും റഷ്യയും കൂടുതൽ അടുക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന റഷ്യയ്ക്ക് അനുകൂലമായ സന്ദേശം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിപ്പിക്കില്ലെന്നും ട്രംപ് ശക്തമായി വിമർശിച്ചു. തന്റെ സമൂഹമാധ്യമമായ ട്രൂത്തിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ വിമർശനം. അതിഗുരുതരമാണ് ഈ ആരോപണം ശരിക്കും. ഇതോടെ യുക്രൈനുമേൽ റഷ്യയ്ക്ക് മുൻതൂക്കവും കിട്ടുകയാണ് ശരിക്കും. പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വരികയുണ്ടായി. അതൊന്നും ഇനി ഒരിക്കലും കിട്ടില്ല. പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റഷ്യയുമായി അടുക്കാനാണ് അമേരിക്ക കൈക്കൊണ്ട തീരുമാനം. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചത് മുതൽ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമായിരുന്നു US എന്നത്. റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ബൈഡൻ സർക്കാരായിരുന്നു. പക്ഷെ ട്രംപ് അതിനില്ല. ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പുടിന് വിജയം അവകാശപ്പെടാനാകുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.